ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ നവരാത്രി വ്ളോഗ്. അപ്പോൾ ഇന്ന് നവരാത്രി ഉത്സവം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല അമ്മയും അമ്മും അച്ചും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നവരാത്രി ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള മനോഹരമായിട്ടുള്ള ലൈറ്റ്സുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കോട്ടേഴ്സ് തൊട്ട് ഈ ഒരു പൂജപ്പുര ക്ഷേത്രം വരെയൊക്കെ ഫുൾ ലൈറ്റ്സുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൂജപ്പുര ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ലൈറ്റ്സുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ കുറേ ഗെയിംസ് ഉണ്ട്, കുട്ടികൾക്കും ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഗെയിംസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, കുറേ സ്റ്റോളുകളുണ്ട്, ഫുഡ് സ്റ്റോളുകളുണ്ട്, അതുപോലെ തന്നെ കുറേ ബുക്സ്, അതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ സ്റ്റോൾസും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാനും ആസ്വദിക്കാനായിട്ട് ഒരുപാട് പേരാണ് ഈ ഒരു പൂജപ്പുരയിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റ്സുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാം ആയാലും, ഓണായാലും ഉത്സവങ്ങളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഈ ഒരു ലൈറ്റ്സ് ഭയങ്കരമായിട്ട് നമ്മൾ എല്ലാ പ്രോഗ്രാംസിനും കാണാറുണ്ട്. കാരണം ലൈറ്റ്സുകൾ കൊണ്ടുള്ളൊരു എന്താ പറയുക, അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ലൈറ്റ്സുകൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജപ്പുര ക്ഷേത്രം. അപ്പോൾ അതാ ക്ഷേത്രം ഫുള്ളായിട്ട് ഇതുപോലെ ലൈറ്റ്സുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പൂജപ്പുര ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. പൂജപ്പുര എന്ന് പറയുന്ന പേരിന് പിന്നിലും ഈ ഒരു നവരാത്രിയോടനുബന്ധിച്ചും അതുപോലെ ചരിത്ര പ്രാധാന്യമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൂജപ്പുര എന്ന് പറയുന്ന പേര് തന്നെ വന്നത് കേട്ടോ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷം നടക്കുന്ന ക്ഷേത്രമാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ലൈറ്റ്സിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ.
നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പൂജപ്പുര സർക്കിളിലെ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു പൂജപ്പുര സർക്കിളിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ലൈറ്റ്സുകൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്നവർക്കും വീഡിയോസൊക്കെ എടുക്കുന്നവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഇവിടെ വന്ന് കിട്ടുന്നു കേട്ടോ. ഇത് മാത്രമല്ല വളരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് കൂടിയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവർ ഈ ഒരു ലൈറ്റ്സുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല ഒരു ലൈറ്റ്സുകൾ കൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.
അപ്പോൾ ഈ ഒരു ലൈറ്റ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ പ്രായഭേദമന്യേ കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ ഒരു നവരാത്രിയുടെ ഭാഗമായിട്ടുള്ള ലൈറ്റ്സുകളൊക്കെ കാണാൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇവിടുത്തെ മെയിൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ ഒരു ഗെയിംസൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ശ്രീ ചിത്ര തിരുനാൾ സ്റ്റേഡിയം ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലത്തെ മരണക്കിണർ, അതുപോലെ തന്നെ ജെയിൻറ്റ് വീല്, കുട്ടികൾക്ക് പറ്റിയ കുറേ റൈഡ്സുകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നേരം ഈ ഒരു റൈഡ്സിലും എല്ലാം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ടൊക്കെ കുറേ നേരം നമുക്ക് ഈ ഒരു നവരാത്രി ഹോളിഡേയ്സൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് ഇവിടെ വന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ വാങ്ങണമെങ്കിൽ അതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന കേട്ടോ.
അങ്ങനെ നമ്മൾ ഇവിടുത്തെ സ്റ്റോളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാത്തിനും നല്ല വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതെടുത്താലും 20 രൂപ മുതലുള്ള സ്റ്റോളുകൾ ഇതിനുള്ളിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. കോഴിക്കോടൻ ഹൽവയുടെയൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. കൂടാതെ നമ്മുടെ പഴയ കാലത്ത് കിട്ടുന്ന മിഠായികളുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്, മഗ്, കമ്മല്, അങ്ങനത്തെയൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് നമുക്ക് വളരെ വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ് ഇതിൻ്റെ അകത്ത്. എന്നാൽ പോലും ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കുറേ ഐറ്റംസ് ഈ ഒരു സ്റ്റോളിൻ്റെ ഉള്ളിൽ നമുക്ക് വന്നാൽ കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും കണ്ട് കറങ്ങിയതിനൊക്കെ ശേഷം നമ്മൾ ടയേർഡായി. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നവരാത്രി വ്ളോഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.